ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നവരാത്രി സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് പഞ്ചാമൃതം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പൂജയെടുപ്പിന് നമ്മൾ പലതരത്തിലുള്ള പ്രസാദം തയ്യാറാക്കാറുണ്ട്. ഇത് ഏറ്റവും വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ പഞ്ചാമൃതം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പഞ്ചാമൃതം പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. പല അമ്പലങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഫ്രൂട്ട്സ് ഒന്നും ചേർക്കാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയാണ്. 5 ചേരുവകൾ ചേർക്കുന്നതുകൊണ്ടാണ് ഇതിനെ പഞ്ചാമൃതം എന്ന് പറയുന്നത്. ഇത് വെള്ളം പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഗ്ലാസ് എടുത്തത്, അല്ലെങ്കിൽ ബൗൾ എടുക്കാം. ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ പുളി കുറഞ്ഞ നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ്. ഇവിടെ ഇപ്പോൾ ചൂടായതുകൊണ്ട് കുറച്ച് അലിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ ചൂടാക്കിയിട്ടില്ല. അപ്പം നിങ്ങൾ ചേർക്കുമ്പോൾ ഒന്ന് ചൂടാക്കിയതിന് ശേഷം റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അതിന് ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിതിൽ ചേർക്കുന്ന പാലും തൈരും ഒക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഉടനെ ചേർത്താൽ നെയ്യ് വീണ്ടും കട്ട പിടിച്ചു പോവും. നെയ്യ് ചൂടാക്കിയിട്ട് ചൂടോടെ ഇതിൽ ചേർക്കരുത് കേട്ടോ. ഒന്ന് ചൂട് മാറിയതിന് ശേഷം വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 240 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കുക, എന്നാലേ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുള്ളൂ. 1 ടീസ്പൂൺ തേന്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചാമൃതം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ടേസ്റ്റ് ഒന്നും ചെയ്ത് നോക്കില്ല, നിവേദിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാവൂ. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒരു തുളസി കതിര് കൂടി വെച്ച് കൊടുക്കാം. അപ്പം നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നിവേദ്യമാണ്. നവരാത്രിക്ക് തയ്യാറാക്കാൻ പറ്റിയ പലതരത്തിലുള്ള പ്രസാദങ്ങൾ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നെയ് പായസം, തിരുമധുരം ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.